ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യകാലമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് परमाल रासो. परमाल रासो आदिकालीन हिंदी साहित्य का प्रसिद्ध वीरगाथात्मक रासो काव्य है. इसके रचयिता जगनिक माने जाते हैं. जनकवि जगनिक കലിഞ്ചർ തഥാ മഹാബാ കെ ശാസക് परमाल അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് പരിമാർദി ദേവ്. परमाल അല്ലെങ്കിൽ പരിമാർദി ദേവ് കെ ദർബാരി കവി. ജഗനിക്ക് ആരുടെ ദർബാരി കവിയായിരുന്നു? परमाल അല്ലെങ്കിൽ പരിമാർദി ദേവിൻ്റെ ദർബാരി കവിയായിരുന്നു. ഉനോനെ മഹോബ കെ ദോ പ്രസിദ്ധ വീരോ, മഹോബയിലെ രണ്ട് പ്രസിദ്ധ വീരന്മാരായ ആൽഹ അവർ ഊദൽ കെ ചരിത്രയ്ക്ക് വീർരസ പ്രധാൻ കാവ്യ രചനാക്കി. അപ്പം परमाल रासो എന്ത് പ്രധാൻ കാവ്യമാണ്? വീർരസ പ്രധാൻ കാവ്യമാണ്. ആരുടെ വീരരസമാണ് അതിൽ പറയുന്നത്? ആൽഹയുടെയും ഊദലിൻ്റെയും. മഹോബയിലെ രണ്ട് പ്രസിദ്ധരായ വീരന്മാർ. അവിടെ മഹോബയുടെ ശാസകാരായിരുന്നു, അവിടുത്തെ ഭരണാധികാരിയായിരുന്നു परमाल അല്ലെങ്കിൽ പരിമാർദി ദേവ്. ഇതിൻ്റെ ദർബാരി കവിയായിരുന്നു ജഗനിക്ക്. जो अत्यंत लोकप्रिय हुई यह लोककाव्य के रूपों में आज भी प्रचलित है. ഇത് ഇപ്പോഴും ലോകകാവ്യമായിട്ട് പ്രചലിതമായിട്ടുള്ളതാണ് ഈ परमाल रासो. लोककाव्य आल्हा उत्तर प्रदेश के बांसवाड़ा, पूर्वांचल तथा मध्य प्रदेश के बुंदेलखंड में पीढ़ी दर पीढ़ी गाया जाता रहा है. ഉത്തർപ്രദേശിലെ ബൈസ്വാഡയിലും പൂർവാഞ്ചലിലും മധ്യപ്രദേശിലെ ബുന്ദേൽഖണ്ഡിലും ഒക്കെ തലമുറകളായി പാടി വരുന്ന നാടോടി ഗാനമാണ് ഏത്? ആൽഹ. ആൽഹ കണ്ടിട്ട് മറ്റൊരു പേരാണല്ലോ परमाल रासो. फर्रुखाबाद के कलेक्टर मिस्टर चार्ल्स लियड ने कनौज तथा उसके आसपास के अलाहाइदों के माध्यम से इस लोकप्रिय वीर काव्य का संग्रह आल्हा खंड नाम से प्रकाशित कराया. അപ്പോൾ ആരാണ് ആൽഹ ഖണ്ഡ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത്? കളക്ടറായിരുന്ന ഫറൂഖാബാദിലെ കളക്ടറായിരുന്ന മിസ്റ്റർ ചാൾസ് ലിയഡ്. സർ वाटरफील्ड ने आल्हा खंड का अंग्रेजी अनुवाद करके प्रकाशित कराया. സർ വാട്ടർഫീൽഡാണ് ഈ ആൽഹ ഖണ്ഡിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയത്, പബ്ലിഷ് ചെയ്തത്. വാട്ടർഫീൽഡ് ने आल्हा खंड को पृथ्वीराज रासो का एक खंड അല്ലെങ്കിൽ മസോബ ഖണ്ഡ് മാനാ ഹെ. അദ്ദേഹം ഇതിനെ ആൽഹ ഖണ്ഡിനെ അല്ലെങ്കിൽ परमाल रासोയെ പൃഥ്വിരാജ് രാസോയുടെ ഒരു ഖണ്ഡായിട്ടാണ്, മസോബ ഖണ്ഡായിട്ടാണ് കണക്കാക്കുന്നത്. सन 1919 ईस्वी में बाबू श्याम सुंदर दास ने आल्हा खंड का संपादन करके परमाल रासो नाम से काशी नागरी प्रचारणी सभा से प्रकाशित कराया. അപ്പോൾ ആരാണ് परमाल रासो എന്ന പേരിൽ പബ്ലിഷ് ചെയ്തത്? ശ്യാം സുന്ദർ ദാസ് ആണ്. ഇയർ 1919, 1919. 1919 ശ്യാം സുന്ദർ ദാസ്, ബാബു ശ്യാം സുന്ദർ ദാസ് ആൽഹ ഖണ്ഡിൻ്റെ संपादन परमाल रासो नाम से काशी नागरी प्रचारणी सभा से प्रकाशित कराया. परमाल रासो नामकरण ബാബു ശ്യാം സുന്ദർ ദാസ് की देन है. അത് വേണമെങ്കിൽ ചോദിക്കാം. परमाल रासो എന്നുള്ള പേര് ആരുടെ സംഭാവനയാണ്? ശ്യാം സുന്ദർ ദാസിൻ്റെ സംഭാവനയാണ്. നെക്സ്റ്റ് कुमार रासो. कुमार रासो दलपति विजय की रचना है. शिव सिंह सेंगर ने शिव सिंह सरोज में लिखा है. किसी अज्ञात नामा फट ने कुमार रासो नामक काव्य लिखा था, जिसमें श्री रामचंद्र से लेकर कुमार तक के नरपतियों तक का उल्लेख है. कर्नल टाट ने भी कुमार रासो की विस्तार पूर्वक चर्चा की थी. वर्तमान कुमार रासो में महाराणा രാജ് സിംഗ് അല്ലെങ്കിൽ രാജ്യകാൽ, രാജ് സിംഗിൻ്റെ രാജ്യകാലം എന്താണെന്ന് വെച്ചാൽ 1652 മുതൽ 70 വരെ तक का वर्णन है. स्पष्ट है कि यह ग्रंथ उतना प्राचीन नहीं जितना समझा गया है. आचार्य हजारी प्रसाद द्विवेदी के अनुसार इस ग्रंथ की चर्चा हिंदी साहित्य के आदिकाल में नहीं होनी चाहिए. ഹസാരി പ്രസാദ് ദ്വിവേദി ഇത് ആദ്യകാലിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ നമ്മൾ കുമാർ രാസോയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സും കൂടി കാണുക. JLTക്ക് വേണ്ടി മുമ്പ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹമീർ രാസോയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ഓക്കെ, താങ്ക് യു.